ഓക്കെ, ലേബി സജീന്ദ്രൻ കൂടി നമുക്കൊപ്പമുണ്ട്. ലേബി, എന്നാൽ UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒരൊറ്റ സർവേ പോലും LDF തുടർഭരണം പ്രവചിച്ചില്ല എന്നുള്ളതാണോ UDF ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള കാരണം? പക്ഷെ അപ്പോഴും 100-ലെത്തില്ല, 90 കടക്കില്ല എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ അങ്കലാപ്പുണ്ടാക്കുന്നുണ്ടോ കോൺഗ്രസിൽ? ഡോക്ടർ അരുൺ, UDF സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രതീക്ഷകളെ സാധൂകരിക്കുന്ന സർവേ ഫലങ്ങളാണ്. ഏതാണ്ട് 10ഓളം സർവേയുടെ ഫലങ്ങളും ആ രീതിയിൽ തന്നെ സാധൂകരിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് UDF ക്യാമ്പിലുള്ളത്. UDF സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 2021 LDF ഭരണ തുടർച്ച ഉണ്ടായപ്പോൾ ഉള്ള രാഷ്ട്രീയ കാലാവസ്ഥയല്ല UDF സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അന്നില്ലാതിരുന്ന കെട്ടുറപ്പ് ഇന്നുണ്ട്. അതിന്റെ വിജയപ്രതീക്ഷയാണ് UDF ക്യാമ്പിലുള്ളത്. അതുമാത്രമല്ല, അതിനുശേഷം പാർലമെന്റ് ഇലക്ഷന് ഉണ്ടായ ഫലം, പിന്നീട് അത് മാത്രമല്ല, കഴിഞ്ഞ 2021 ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം, അത് തൃക്കാക്കരയായാലും പിന്നീട് പുതുപ്പള്ളി ആയാലും പാലക്കാടായാലും നിലമ്പൂരായാലും UDF എന്ന പ്രവചിച്ച ഫലത്തിലേക്ക് അന്നത്തെ ഫലങ്ങളെല്ലാം എത്തിയിരുന്നു. അത് UDF കൂട്ടലിന് പിന്തുണ ഏകുന്ന അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി സാധൂകരിക്കുന്ന കാര്യങ്ങളാണ്. ആ ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിൽ ഇപ്പോഴും ഉള്ളത്. അത് മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ, പ്രത്യേകിച്ച് മധ്യകേരളം എന്ന് UDF അനുകൂലമായി നിൽക്കുന്ന മധ്യകേരളം 2021 മറിഞ്ഞതിനുള്ള ഒരു കാരണമായി കണക്കാക്കുന്നത് കേരള കോൺഗ്രസ് വിട്ടുപോയതും അതിനുശേഷം പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലയിലേക്ക് ഉണ്ടായ തിരിച്ചടിയാണ്. അതേസമയം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം തിരിച്ചുപിടിക്കുന്ന ഒരു സാഹചര്യം, അട്ടിമറി വിജയം പല സ്ഥലത്തും UDF നേടുന്ന സാഹചര്യം, ഈ രാഷ്ട്രീയ കാലാവസ്ഥകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ 80 മുതൽ 90 വരെയുള്ള സീറ്റുകളിൽ വിജയം നേടുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം UDF ക്യാമ്പ് പുലർത്തുന്നത്. അവരുടെ ആ ആത്മവിശ്വാസത്തിന് പിന്തുണ ഏകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സർവേ ഫലങ്ങളൊക്കെ വന്നിരിക്കുന്നത്, എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്ന് UDF ക്യാമ്പ് കണക്കാക്കുന്നു. അപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ 100 കടക്കില്ല എന്നുള്ള ആശങ്കയുണ്ടോ എന്ന ചോദ്യം, അപ്പോഴും ഈ പ്രധാനപ്പെട്ട പല നേതാക്കളും 100-ലേക്ക് എത്തും, അല്ലെങ്കിൽ വലിയൊരു തരംഗം, അറിയാത്ത ഒരു തരംഗം ഇതിനിടയിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ 100-ഉം കവിഞ്ഞു പോകാമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഏതായാലും 100-ലേക്ക് എത്തില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ രീതിയിലുള്ള സർവേ ഫലങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും UDF ആത്മവിശ്വാസത്തെ കുറിച്ചിട്ടില്ല. 100-ലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഇപ്പോഴും UDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തങ്ങളുടെ പ്രതീക്ഷകളെ സാധൂകരിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് UDF ക്യാമ്പിൽ ആകമാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഡോക്ടർ